1600 കോടിയുടെ ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് തട്ടിപ്പിൽ 4 പേരെ അറസ്റ്റ് ചെയ്ത് ഇഡി. ഡാനിയൽ സെൽവൻ, കതിരവൻ രവി, ആൻഡോ പോൾ പ്രകാശ്, അലൻ സാമുവൽ എന്നിവരാണ് പിടിയിലായത്. കതിരൻ രവിയുടെ പക്കൽ 110 കോടി രൂപയുടെ തട്ടിപ്പ് പണമെന്ന് ഇഡി. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സഹിൻ ആന്റണി ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി സഹിൻ, എങ്ങനെയായിരുന്നു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്? ഇവരെ പിടികൂടിയതൊക്കെ എങ്ങനെയാണ്? സ്വാതി, അതായത് 10 കേസുകളാണ് ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ കേസുകളിലാണ് 4 പേർ തമിഴ്നാട്ടിൽ നിന്നും പിടിയിലായത്. ഇത് 4 പേരും തമിഴ്നാട് സ്വദേശികളാണ്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള ആളുകൾ ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. ഇനി അവർക്ക് മുകളിലേക്കും ഒപ്പം തന്നെ താഴേക്കും അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൻഡോ പോളോ, ഒപ്പം തന്നെ കതിരവൻ രവി, കൂടാതെ അലൻ സാമുവൽ, ഡാനിയൽ സെൽവൻ, ഈ 4 പേരും പിടിയിലായപ്പോൾ 1600 കോടി രൂപയുടെ തട്ടിപ്പിന് അതിൻ്റെ അന്വേഷണത്തിന് ഇഡി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇതിൽ കതിരവൻ രവിയുടെ അക്കൗണ്ടിൽ നിന്നും 110 കോടി രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കണ്ടുകെട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇയാളുടെ അക്കൗണ്ടിൽ മാത്രം കള്ളപ്പണം അല്ലെങ്കിൽ ഇത്തരത്തിൽ തട്ടിച്ചെടുത്തത് 110 കോടി രൂപയാണ് തട്ടിച്ചെടുത്തത്. ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് നമ്മൾക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ ആളുകൾ മൊബൈൽ വഴി അല്ലെങ്കിൽ മൊബൈൽ ലോൺ വഴി ആ ഒരു ആപ്പിൽ കയറി ലോൺ എടുത്തു കഴിഞ്ഞാൽ, പണം ലോൺ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അയാളുടെ മൊബൈലിലേക്ക് മുഴുവൻ ആക്സസും ഇത്തരം തട്ടിപ്പുകാർക്ക് ലഭിക്കുകയാണ്. പിന്നീട് ഈ പണം തിരികെ അയച്ചില്ലെങ്കിൽ അവരുടെ നഗ്ന ചിത്രങ്ങൾ, അതായത് മോർഫ് ചെയ്ത ചിത്രങ്ങളായിരിക്കും, അവരുടെ തല മാത്രം ഉപയോഗപ്പെടുത്തി മറ്റുടലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക, അത് വാട്സപ്പ് വഴി പ്രചരിപ്പിക്കുക. അങ്ങനെ ആളുകളെ സമ്മർദ്ദത്തിലാക്കിയായിരുന്നു ഇവർ പണം തട്ടിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ പേരിൽ നിരവധി ആത്മഹത്യകൾ നമ്മുടെ നാട്ടിലും പുറത്തുമെല്ലാം നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലും ഈ ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് വഴിയുള്ള തട്ടിപ്പ് വ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ 10 കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യ അറസ്റ്റ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. 4 പേർ പിടിയിലായിരിക്കുന്നു. ഇതിൽ കതിരവൻ രവിയുടെ അക്കൗണ്ടിലുള്ള 110 കോടി രൂപ, ആ 110 കോടി രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കണ്ടുകെട്ടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കൂടാതെ 1600 കോടി രൂപയുടെ തട്ടിപ്പാണിത്. ഇൻസ്റ്റന്റ് ലോൺ വഴി ആളുകൾക്ക് പണം നൽകുകയും പിന്നീട് ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്യുന്നതായിരുന്നു ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ പണം മുംബൈയിലേക്കായിരിക്കും അയക്കുക, അവിടെ നിന്നും സിംഗപ്പൂരിലേക്ക് അയക്കുന്നു. സിംഗപ്പൂരിൽ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ മുഴുവൻ നിയന്ത്രണങ്ങളും നടത്തിയിരുന്നത്. ഈ ലോൺ ആപ്പുകൾ, വിവിധ ലോൺ ആപ്പുകൾക്കായിരുന്നു ഇത്തരത്തിൽ ഇവർ പണം നൽകിയിരുന്നതും അതിൽ നിന്നും ഇരട്ടി ലാഭം കൊയ്തുകൊണ്ടിരുന്നതും. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പരാതികൾ ലഭിച്ചതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തടക്കം നിരവധി ആത്മഹത്യകൾ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. എന്തായാലും അതിനെല്ലാം ഒരു തുടക്കം കുറിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിരിക്കുന്നു. ഈ 4 അറസ്റ്റുകളല്ല, ഇതൊരു മഞ്ഞുമലയുടെ തുടക്കം എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ രീതിയിലുള്ള അറസ്റ്റുകൾ ഭാവിയിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ആളുകൾ ഒരു മിഡിൽ ലെവലിലുള്ള ആളുകളാണ്. ഇവരുടെ മുകളിലേക്കും താഴേക്കും ഇനി ആളുകൾ പിടിയിലാകാനുണ്ട്. ഏറെക്കുറെ ഇനിയും ഒരു 3000 കോടി രൂപയുടെ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ. സ്വാതി.